നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തട്ടുകടകളിൽ ചായയ്ക്ക് കടുപ്പം കൂടാൻ കൃത്രിമ കളർ. വിൽപ്പനക്കാരനും മൊത്ത വിതരണക്കാരനും പിടിയിൽ. വളാഞ്ചേരിയിൽ ജനൽ കമ്പി തകർത്ത് മോഷണം. 21 പവൻ സ്വർണം കവർന്നു. ആലത്തിയൂർ KHMHS സ്കൂളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരം. താനൂർ മൂലക്കലിൽ മിനിലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ സ്ത്രീ മരണപ്പെട്ടു. ട്രെയിൻ ഗതാഗതം ആവശ്യങ്ങൾ പരിഗണിക്കുന്നു. പൈപ്പ് ലൈൻ കീറിയത് പൂർവ്വസ്ഥിതിയിലാക്കാത്തത് പ്രതിഷേധത്തോടെ പരിഹാരമായി. വിശദമായ വാർത്തകൾ. മായം ചേർത്ത തേയില വിൽപ്പന നടത്താൻ ശ്രമിച്ച ആളെ മലപ്പുറം ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ D. സുജിത് പെരേരയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. വേങ്ങര കൂരിയാട് സ്വദേശി ചെള്ളി സൂപ്പൻ മുഹമ്മദ് അനസിൽ നിന്നാണ് 40 കിലോ മായം ചേർത്ത തേയില പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തു നിന്നും വാഹനത്തിൽ വെച്ച് പിടികൂടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരൂർ താനൂർ സർക്കിളുകളിലെ തട്ടുകടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ രാത്രികാല പരിശോധനയിൽ കൃത്രിമ നിറം ചേർത്തതെന്ന് സംശയിക്കുന്ന ചായപ്പൊടി നിർമ്മാതാവിന്റെ പേരോ ലേബൽ വിവരങ്ങളോ ഇല്ലാതെ നിർലോഭം വിറ്റഴിക്കുന്നതായി തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ MN ഷംസിയയുടെയും താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഡോക്ടർ സുമിൻ ജോസിന്റെയും ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിതരണക്കാരനായ വേങ്ങര സ്വദേശിയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇദ്ദേഹം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു. തുടർന്ന് ജൂലൈ 3 ഉച്ചയ്ക്ക് വയലത്തൂർ ഭാഗങ്ങളിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇദ്ദേഹം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പിടിയിലാകുന്നത്. തുടർ പരിശോധന നടത്തുന്നതിനായി ഇദ്ദേഹത്തിൽ നിന്ന് പിടികൂടിയ തേയിലയുടെ സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ ശേഖരിച്ച് കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലാബിലേക്ക് അയച്ചു. ദീർഘനേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ മുഹമ്മദ് അനസിന് തേയില എത്തിച്ചു നൽകുന്ന ആളുടെ പേര് ശേഖരിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ മേൽവിലാസം കണ്ടെത്തുകയും മങ്കട സർക്കിളിലെ വെങ്ങാടുള്ള ആഷിഖ് എന്ന വ്യക്തിയുടെ ഗോഡൌണിൽ എത്തിച്ചേരുകയും ചെയ്തു. വെങ്ങാട്ടുള്ള ഗോഡൌണിൽ പരിശോധന നടത്തിയപ്പോൾ കൃത്രിമ നിറം ചേർത്തതെന്ന് സംശയിക്കുന്ന 100 കിലോയോളം തേയിലയും രാസവസ്തുക്കളും പിടിച്ചെടുത്തു. തുടർന്ന് ഭക്ഷ്യവസ്തുവിന്റെ സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി കോഴിക്കോട് റീജിയണിൽ അയക്കുകയും ഗോഡൌൺ സീൽ ചെയ്യുകയും ചെയ്തു. മായം ചേർത്ത തേയില വിൽപ്പന നടത്താൻ ശ്രമിച്ച 2 വ്യക്തികൾക്കുമെതിരെ ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ
കമ്മീഷണർ ഡി സുജിത് പെരേര അറിയിച്ചു. പരിശോധനയിൽ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറോടൊപ്പം മലപ്പുറം ഭക്ഷ്യസുരക്ഷാ നോഡൽ ഓഫീസർ പി അബ്ദുൾ റഷീദ്, തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ, കോട്ടക്കൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ യു എം ദീപ്തി, മങ്കട ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എ പി അശ്വതി, സീനിയർ ക്ലർക്ക് പി എൻ പ്രവീൺ, ഓഫീസ് അസിസ്റ്റന്റ് എസ് സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. വേട്ട ന്യൂസ് തിരൂർ. വളാഞ്ചേരിയിൽ വീണ്ടും മോഷണം. ബുധനാഴ്ച പുലർച്ചെ ഇരുമ്പിളിയം മങ്കേരിയിലെ വീട്ടിലാണ് സംഭവം. ഇരുമ്പിളിയം മങ്കേരി പുഴയ്ക്കൽ മുഹമ്മദ് അലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 26 പവനോളം സ്വർണമാണ് കവർന്നത്. പുറമെ ഭാര്യയും സഹോദരിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മക്കളും മരുമക്കളും വിദേശത്തായതിനാൽ പ്രായമായവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മുകളിലെ വാതിൽ കുത്തിപ്പൊളിക്കാൻ നോക്കിയ മോഷ്ടാവ് പരാജയപ്പെട്ടതോടെ താഴെ അടുക്കളയുടെ ഗ്രില്ല് തകർത്താണ് അകത്ത് കയറിയത്. വീട്ടുടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാത്രിയാണ് ഒരു 12 മണി കഴിഞ്ഞതിൻ്റെ ശേഷം 4 മണിയുടെ ഉള്ളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അത് ഇതിൻ്റെ ഐഡിയയിൽ ഈ ബാക്ക് സൈഡ് കൂടെയാണ് ഇത് പാർട്ടി വന്നിട്ടുള്ളത്. ഇത് ഒരാളല്ല, ആൾ 2 ആളുണ്ടാവണം. ഈ സൈഡിൽ കൂടെ വന്നിട്ട് ഈ ബാക്കിലുള്ള കിച്ചൻ്റെ ഡോറ് തുറക്കാൻ അവർ ശ്രദ്ധിച്ചു. പക്ഷേ അതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു പട്ട കൊടുത്തിട്ടുണ്ട്. അത് ഇട്ടതിൻ്റെ പേരിൽ അവർക്കത് എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവർ മനസ്സിലായി ഇത് തുറക്കാൻ കഴിയില്ല. അപ്പോഴാണ് അവർ ഈ കിച്ചണിലെ ആ ജനാല്, ആ ഗ്രില്ല് ഒരു എന്തോ പാറ കമ്പി കൊണ്ടോ എന്തോ ഒടിച്ചിട്ട് വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പാർട്ടി കടന്നിട്ടുള്ളത്. സ്കെൽറ്റായിട്ടുള്ള ഒരാളായിരിക്കും. ഒരു 50-55 കിലോ ഉള്ളവന് കടക്കാൻ കഴിയില്ല. അതിലും കുറഞ്ഞ ഒരാൾക്ക് അതിൽ കൂടെ കടക്കാൻ കഴിയുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായമാണത്. അപ്പോൾ ഇത്രയും ആ കാര്യത്തിൽ പറയാൻ പറ്റുമോ? എന്നിട്ട് അവിടെ നിന്ന് കടന്നിട്ടാണ് ഈ 3 റൂം തുറന്നു നോക്കി. 3 റൂമിലും ആൾ കിടക്കുന്നുണ്ട്. 2 റൂമിൽ, ഒരു റൂമിൽ ആളില്ല. വെട്ടം ന്യൂസ് വളാഞ്ചേരി. ആലത്തിയൂർ KHMS സ്കൂളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനി ഉദ്ഘാടനം നിർവഹിച്ചു. ഏതാനും നിമിഷങ്ങൾക്കും എത്തിച്ചേരും. മുഖ്യ പ്രഭാഷണം നടത്തുന്ന അഭിവന്ദനായിട്ടുള്ള ഡോക്ടർ. എൻ്റെ കർത്തവ്യം എന്നത് നമ്മുടെ 23-24 വർഷത്തെ റിസൾട്ട് അവലോകനം എന്നതാണ്. അത് ചുരുക്കി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. സ്കൂളിൻ്റെ അഭിമാനകരമായ നേട്ടത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. 23-24 അധ്യയന വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും 1451 കുട്ടികൾ SSLC പരീക്ഷയ്ക്കിരുന്നു. അതിൽ 1444 പേര് ആദ്യ തവണ വിജയിക്കുകയും ബാക്കി 7 പേർ പരീക്ഷയിലൂടെ വിജയിക്കുകയും ചെയ്തു. 99.8% നിന്നും 100% എന്ന വിജയലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് സാധിച്ചു. ഇതിൽ 174 പേർക്ക് ഫുൾ A+, 76 പേർക്ക് 9 A+ കരസ്ഥമാക്കാൻ സാധിച്ചത് അഭിമാനത്തോടെ, ഏറെ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. ആഹ്ലാദിക്കുവാനുള്ള അവസരമാണ്. അതോടൊപ്പം അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ സഹോദരങ്ങളെ
കൈപിടിച്ചുയർത്തുവാനുള്ള അസുലഭമായ മുഹൂർത്തം കൂടിയാണ്. SSLC +2 പരീക്ഷകളിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കി A+ എന്ന ബഹുമതിക്ക് പാത്രീഭൂതരായവരാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ ബഹുഭൂരിഭാഗവും. ഒരു ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിൽ പൂഴിങ്കുന്ന് കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ സോണിയ സി വേലായുധൻ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് TN ഷാജി അധ്യക്ഷനായി. തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വിദ്യാഭ്യാസ അഡ്വൈസറി ബോർഡ് മെമ്പർ അനിൽ വെള്ളത്തോൾ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാനാധ്യാപിക M. ബിന്ദു റിസൾട്ട് അവലോകനം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് റാഫി, പ്രോഗ്രാം കൺവീനർ ഫുആദ് മൊയ്തീൻ നന്ദി പറഞ്ഞു. വെട്ടന്യൂസ് തൃപ്രങ്ങോട്. താനൂർ മൂലക്കലിന് സമീപം മിനിലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ സ്ത്രീ മരണപ്പെട്ടു. ചിറക്കൽ വയരമ്പിൽ വിശ്വനാഥന്റെ ഭാര്യ ശ്രീലതയാണ് കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരണമടഞ്ഞത്. താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജീവനക്കാരിയാണ്. ശ്രീലതയുടെ മരണത്തെ തുടർന്ന് താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വ്യാഴാഴ്ച അവധി നൽകി. ചിറക്കൽ വരമ്പിൽ വിശ്വനാഥന്റെ ഭാര്യ ശ്രീലതയാണ് കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരണമടഞ്ഞത്. താനൂർ മൂലക്കലിന് സമീപം മിനി ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ ശ്രീലത ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജീവനക്കാരിയാണ്. സംസ്കാരം വ്യാഴാഴ്ച വീട്ടുവളപ്പിൽ നടക്കും. മക്കൾ ശ്രീഷൻ, ശ്രീന, മരുമക്കൾ അഹല്യ, സുധീഷ് എന്നിവരാണ്. ശ്രീലതയുടെ മരണത്തെ തുടർന്ന് താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വ്യാഴാഴ്ച അവധി നൽകി. വെട്ടന്യൂസ് താനൂർ. ട്രെയിൻ ഗതാഗതവുമായി ബന്ധപ്പെട്ട് കേരളം ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് റെയിൽവേ ഉന്നതതല അധികൃതർ ഉറപ്പു നൽകി. സംസ്ഥാനത്തെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി. അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം പരശുറാം എക്സ്പ്രസിന് 2 കോച്ചുകൾ കൂടി അനുവദിച്ചിട്ടുണ്ട്. തിരക്കുള്ള മറ്റു ട്രെയിനുകളിലും ആവശ്യമായ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് ഡിവിഷണൽ റെയിൽവേ മാനേജർ ഡോക്ടർ മനീഷ് തപ്ലിയാൽ പറഞ്ഞു. ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ കാസർകോട് വരെ നീട്ടുന്ന കാര്യവും പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അവധിക്കാലങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തുന്നതിന് സഹായകമാകുന്ന തരത്തിൽ സംസ്ഥാന സർക്കാർ ഒരു കലണ്ടർ തയ്യാറാക്കി റെയിൽവേക്ക് സമർപ്പിക്കും. ഇതുപ്രകാരം സ്പെഷ്യൽ സർവീസുകൾ നടത്താനും ഈ സർവീസുകൾ സംബന്ധിച്ച് മുൻകൂട്ടി അറിയിപ്പുകൾ നൽകാനും ധാരണയായി. ഗതാഗത വകുപ്പ് സെക്രട്ടറി ബിജു പ്രഭാകർ, KRDCL ഡയറക്ടർ അജിത് കുമാർ V, പാലക്കാട് ADRM K. അനിൽകുമാർ, പാലക്കാട് DO M. ഗോപു R. ഉണ്ണിത്താൻ, തിരുവനന്തപുരം സീനിയർ DOM A. വിജയൻ, തിരുവനന്തപുരം സീനിയർ DCM Y. സെൽവിൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വെട്ടന്യൂസ് തിരൂർ. തിരൂർ കുറ്റിപ്പുറം റോഡിൽ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ കീറിയതിന്റെ ഭാഗമായി റോഡിൽ പണി പൂർത്തിയാകാതെ കുണ്ടും കുഴിയുമായി കിടന്ന സംഭവത്തിന് പരിഹാരമായി. വിഷയം ഉയർത്തിക്കാട്ടി വാർഡ് മെമ്പർ അനിരുദ്ധന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തിരൂർ കുറ്റിപ്പുറം റോഡിൽ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ കീറിയതിന്റെ ഭാഗമായി റോഡിൽ പണി പൂർത്തിയാകാതെ കുണ്ടും കുഴിയുമായി കിടന്നിരുന്നു. നിരവധി അപകടങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതേ തുടർന്നാണ് വാർഡ് മെമ്പർ അടക്കമുള്ള നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട പ്രവർത്തകരും തിരൂർ വാട്ടർ അതോറിറ്റിയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ബീരാഞ്ചിറ ആലത്തി റോട്ടിൽ ഏതാനും ദിവസങ്ങളായി ആക്സിഡന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കീറിയിട്ടുള്ള ഈ കിടങ്ങിൽ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കുഴി രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ബൈക്കുകൾ വന്ന് ചാടി അതിൻ്റെ ഇതിലാണ് ആ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഈ പരിസരവാസികളായിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രംഗത്ത് വരികയും
അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ അപകടനില ഒഴിവാക്കുന്നതിന് വേണ്ടി തിരൂരിലുള്ള വാട്ടർ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെടുകയും അവർക്കല്ല അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് ഞങ്ങളോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മലപ്പുറം AXയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു പോരുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ 3 ദിവസ സമയം AX ഞങ്ങളോട് ചോദിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ 2-3 ദിവസമായിട്ട് ഇന്ന് അതിൻ്റെ വർക്ക് തുടങ്ങി, ഏതാനും വർക്കുകൾ അവസാനിച്ചു തുടങ്ങി. ആ പ്രവർത്തനത്തിൽ ബന്ധപ്പെട്ടുള്ള ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മളെ പ്രദേശത്ത് വരുമ്പോൾ അതിന് ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നമുക്ക് നേടാം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഈ വിഷയത്തിൽ നമ്മൾക്ക് അതിൻ്റെ വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് ഈ വർക്ക് 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളെ ആവശ്യങ്ങൾ ഉന്നയിച്ച ആവശ്യം നിറവേറ്റി തന്ന ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ നമ്മളെ തിരൂരുള്ള CI സാറ് അതിൻ്റെ നിയമവശങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ഇന്നേ ദിവസം നമ്മളെ ഈ ആവശ്യം ഉന്നയിച്ച ആവശ്യങ്ങൾ നിറവേറ്റി തന്നിട്ടില്ല എന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ പ്രതിഷേധം ശക്തമാക്കും എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ നല്ല ഉപദേശങ്ങൾ സാറ് ഞങ്ങൾക്ക് തരികയുണ്ടായി. അദ്ദേഹത്തിനും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഈ കുട്ടങ്കോട് പഞ്ചായത്ത് 7-ാം വാർഡ് മെമ്പറാണ്, പേര് അനിരുദ്ധൻ. കഴിഞ്ഞ ദിവസങ്ങളായി നമുക്കറിയാം, നമ്മുടെ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരൂർ കുറ്റിപ്പുറം റോഡ് വീരാഞ്ചിറ ചേമ്പടി ഭാഗത്ത് ഈ പൈപ്പ് ഇട്ടതിന് ശേഷം ഉള്ള കുഴി മൂടാതെ ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളും ഉള്ളതായിട്ടും അതിനോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ തിരൂര് വാട്ടർ അതോറിറ്റിയിൽ പോവുകയും അവിടെ ചെറിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാക്കിയത് വഴി മലപ്പുറത്തേക്ക് അവർ വിളിച്ച് AXനായിട്ട് സംസാരിച്ചതിൻ്റെ ഭാഗമായി അവർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നു ഇങ്ങനെ റോഡ് നമ്മൾ ഇങ്ങനെ അപകടമുള്ളിടത്ത് നമ്മൾ ശരിയാക്കി തരും എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ ഇവിടെ വർക്ക് നടക്കുകയും ഇപ്പോൾ നിലവിൽ ഈ കുഴികളൊക്കെ ഉള്ള സ്ഥലങ്ങൾ മൂടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബീരാഞ്ചിറ ഈ ചെയ്യുമ്പോൾ മിനിയാന്ന് ബീരാഞ്ചിറ ആലത്തൂർ റോഡുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പോവുകയും ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും നാട്ടുകാരും വളരെ ശക്തമായി ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തുകയുണ്ടായി. ആ പ്രതിഷേധത്തിൻ്റെ ഫലമായി ഞങ്ങളോട് അന്ന് അവിടുന്ന് ഉറപ്പ് തന്നതുപോലെ ഇന്ന് അതിൻ്റെ ഗർത്തങ്ങളൊക്കെ അടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കി തന്നിട്ടുണ്ട്. എന്നിരുന്നാലും തുടർന്ന് കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ബീരാഞ്ചിറ മുതൽ ആലത്തൂർ വരെയുള്ള ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കി. ജനകീയ സമരത്തിൽ വാർഡ് മെമ്പർ അനിരുദ്ധൻ, ബീരാഞ്ചിറ ബ്രാഞ്ച് CPIM അംഗം CP സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി KP മുജീബ്, PDP തവനൂർ മണ്ഡലം ട്രഷറർ സുലൈമാൻ എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, തൃപ്രങ്ങോട്. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.